വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യാധിപനായിരുന്ന അപ്പൊളോണിയോസ് വിജാതീയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് മക്കബേയോസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ചു വധിച്ചു. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം യൂദാസ് മക്കബേയോസിൻ്റെ ഒരു ചെറു സംഘത്തിനെതിരെ വരുന്നത് കണ്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. യൂദാസ് മക്കബേയോസ് പറഞ്ഞു, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങളവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി സെറോനും സൈന്യവും പരാജയപ്പെട്ടു. 1 മക്കബായർ 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. വിവരങ്ങളറിഞ്ഞ അന്ത്യോക്യസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെയുണ്ടായിരുന്ന സൈന്യത്തെ ഏത് പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അവർ സൈന്യം മുഴുവനോടും കൂടി എമ്മാവൂസിന് സമീപമുള്ള സമതലത്തിൽ പാളയമടിച്ചു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസ് മക്കബേയോസും സഹോദരന്മാരും അറിഞ്ഞു. അവർ ഒരുമിച്ച് ജെറുസലമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിനൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. യൂദാസ് മക്കബേയോസ് പറഞ്ഞു, അരമുറക്കി ധീരരായി നിൽക്കുവിൻ. നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന വിജാതീയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ഓർക്കുവിൻ. യുദ്ധം ആരംഭിച്ചു. വിജാതീയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.